എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നെന്താ വെച്ചാൽ ഇന്ന് നമുക്ക് വീട്ടിലെ അതായത് ഭക്ഷണവിശേഷങ്ങൾ പലതരത്തിലുള്ള ഭക്ഷണവിശേഷങ്ങളും ഒക്കെ എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ 2 ദിവസത്തെ വീഡിയോയിൽ നമുക്ക് വീട് ക്ലീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നൊരു ദിവസം നമ്മൾ റെസ്റ്റ് കൊടുത്താണ്. അപ്പോൾ പിന്നെ ഇനി നാളെ അതായത് അടുത്ത 2 ദിവസങ്ങളിലായിട്ട് ചെയ്ത് തീർക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഭക്ഷണ വിശേഷങ്ങളാണ്. പ്രത്യേകിച്ച് നല്ല നാടൻ വിഭവങ്ങളാണ് ഇന്ന്. അതാണ് ഏറ്റവും ഇഷ്ടമായത്. നല്ല അടിപൊളി നാടൻ വിഭവങ്ങൾ. അപ്പം അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ചേർത്തിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. നേരെ ഏതായാലും 5:30 എണീക്കാനുള്ള സമയമായി. അമ്മ പുതിയ വിരി ഒക്കെ വിരിച്ചാണ് കിടക്കുന്നത്. പുതിയ വിരി വിരിച്ചു. ഇന്ന് അങ്ങനെ രാവിലത്തെ കാര്യങ്ങൾ തുടങ്ങാനായി. നല്ല തണുപ്പുള്ള തണുപ്പം, ഭയങ്കര തണുപ്പാണ്. ഇന്നിപ്പോൾ പച്ചരി, റാഗി, ഉഴുന്ന്, ഉലുവ ചേർത്തിട്ടുള്ള ദോശ. പിന്നെ ഇതാ ചെറുപയർ, ഇത് നമ്മൾ മുളക് ഇട്ടിട്ടുള്ള അങ്ങനെ തേങ്ങ അരയ്ക്കാതെ. പിന്നെ നേന്ത്രപ്പഴമുണ്ട്. രാവിലത്തെ ചായ പലഹാരം ഇന്നിപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളെ ചക്ക ഇതിപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് തന്ന ചക്കയാണ്. അപ്പോൾ ഞാൻ കൊണ്ടുവന്നാണ്. പകുതിയാണ് എടുക്കുന്നത്, പകുതി പിന്നെ പഴുപ്പിക്കണം. അല്ല, കൂട്ടാൻ വയ്ക്കാനുള്ള പാക. പ്രാവശ്യം ഏതായാലും നല്ലോണം ചക്ക കൂട്ടാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. നല്ല മൂത്ത ചക്കയാണ്. ഏതായാലും ഇപ്പം ഇന്ന് ഇതുകൊണ്ടാണ് കറി വയ്ക്കാം, ചക്ക കൂട്ടാൻ. അപ്പം ഇനി ഇതാ ചീരയാണ്. ഇത് നമ്മളെ കാറൊക്കെ നിർത്തുന്നതിൻ്റെ അടുത്ത് അപ്പുറത്ത് ഉള്ളതാണിത്, ആ ഒരു ഭാഗത്ത്. ഇത് സാധാരണ നമ്മളെ ചീരയാണ്. അത്
ഈ ഒരൊറ്റ ഇതുമ്മൽ ഉണ്ടായത് അതൊന്ന് കുറച്ചെടുക്കട്ടെ. ഇവിടെ ഇപ്പോൾ വീടിനോട് ചേർന്നുള്ള ലാഭലാവുമ്പോഴുള്ള ചക്ക ഉണ്ടോ, ഇത് 2 ചക്ക ഉണ്ട്. ഇതിപ്പോൾ അതല്ല നമുക്ക് ഇന്ന് എടുക്കുന്നത്, ഇന്ന് കറിക്ക് എടുക്കുന്നത് ഇതല്ല. ഇനിയിപ്പോൾ ഇതാ നമ്മളെ അടുക്കളേൻ്റെ ആ ഭാഗത്ത് പുറത്തുള്ള ഈ ഒരു ചീര, നമ്മളൊരു സാധാരണ ഒരു ചീര ഉണ്ടാവും, അങ്ങനെ നല്ല ഉണ്ടാവും. ഇത് നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതാണ് ഇന്ന് വറവിൽ വയ്ക്കാൻ. പിന്നെ ആദ്യം എടുത്ത ആ ഒരു ചീരയും രണ്ടും കൂടി ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തന്നെ ഇടുകയാണ്. ഇതാ ഇപ്പോൾ കൊണ്ടുവന്നത് നമ്മളെ കാന്താരി മുളക്, അതുമുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയും നമ്മുടെ നല്ല കാന്താരി മുളകും വറവിൽ വയ്ക്കാൻ. ചീര നമ്മൾ കഴുകി ഇതൊന്ന് നല്ല ഉഗ്രൻ നാടൻ ചീര. ഒന്നിപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. നമുക്കെന്താ വെച്ചാൽ ചക്കക്കൂട്ടാൻ, സാധാരണ ഒരു ഒഴിച്ചു കറി ഇല്ല, ചക്കക്കൂട്ടാനാണ്. പിന്നെ ഇതാ നമ്മളെ വറവിൽ വേവിച്ച ചീര കണ്ടില്ലേ, പിന്നെ കോഴിമുട്ട പുഴുങ്ങിയതുണ്ട്. മതിയല്ലോ, നല്ല നാടൻ വിഭവങ്ങൾ. ചക്കയും ചീരയും എല്ലാം നാടാണ്. ഊണൊഴിക്കലൊക്കെ കഴിഞ്ഞ് വിശ്രമമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ 4 മണി പലഹാരം ആ രൂപത്തിൽ ഉള്ളതാണിത്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇനി നമ്മൾ അവിൽ കുഴയ്ക്കാണ് ചെയ്യുന്നത്. ഇതാണ് ആ ചേരുവ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ അവിലിനെ ഉണ്ട്. നമ്മൾ അതിലേക്ക് ഇതാ നേരെ തേങ്ങ, ശർക്കര അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളെ ഇതാ ഈ ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത്,
അപ്പോൾ നമ്മൾ അമൂല്യ 500-ൻ്റെ, അതായത് പാൽപ്പൊടി 1-ാം തീയതി വാങ്ങിയിട്ട് ഇന്നാണ് ഇത് പൊട്ടിച്ച് ഇടുന്നത്. പഴയത് ഇപ്പം ഇന്നാണ് കഴിഞ്ഞത്, രാവിലെ കഴിഞ്ഞു. അപ്പം ഇനി വൈകുന്നേരം അമ്മയ്ക്ക് ചായ വേണം, ഇന്ന് അവല് കുഴച്ച് വീട്ടിലോട്ട്. അപ്പം അത് പൊട്ടിച്ചിട്ടിട്ട് പാത്രത്തേക്ക്. എനിക്കിത് ബൂസ്റ്റാണ്. ഇതിലിപ്പോൾ നമ്മൾ നേരെ ചൂടുവെള്ളത്തിൽ, അതായത് പഞ്ചസാരയും പാൽപ്പൊടിയോ അല്ലെങ്കിൽ പാലോ ഒന്നും ചേർക്കാതെ ഉണ്ടാവും. അങ്ങനെ അമ്മയ്ക്കുള്ള ചായ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ചായ ഇതിനുള്ളത് അവല് കുഴച്ചത്. പുറത്ത് നല്ല മഴയാണ്. ആ സമയത്ത് രസമാണ് അവല് കുഴച്ചത് കഴിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചെറിയ ഉള്ളി അരിഞ്ഞിട്ടപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പം അച്ഛന് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ഈ ഒരു രീതി, അതായത് അവല് കുഴയ്ക്കുന്നത്. അപ്പോൾ വെച്ചാൽ അന്നൊക്കെ വെച്ചാൽ ശനി ഞായറോ അല്ലെങ്കിൽ ഇങ്ങനെ ഓഫീസ് ലീവുള്ള ദിവസങ്ങളിൽ, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വൈകിട്ട് ഇപ്പോൾ 5 മണിക്ക് ശേഷമാണല്ലോ വരിക. അപ്പോൾ ആ സമയത്തോ ഒക്കെ കുറേശ്ശെ ഇപ്പോൾ ഇങ്ങനെ കുഴച്ച് അന്ന് കൊടുത്തിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ചെറിയ ഉള്ളി ഇട്ടത് അതിൻ്റെ ആ ഒരു പ്രത്യേക ചുവയാണല്ലോ അതിന്. ആദ്യം ഇഷ്ടം ഉണ്ടായിരുന്നില്ല ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്. പിന്നെയാണ് ഇങ്ങനെ കഴിച്ച് ശീലമായി. ഇപ്പം പിന്നെ നല്ല ഇഷ്ടമായി. കാരണം നല്ല രസമാണ്. ആ ഒരു ഈ 2-3 ചേരുവകളേ ഉണ്ടാവുള്ളൂ, മറ്റു ചേരുവകളൊന്നും ഇല്ല. പഴം അങ്ങനെ ചേർക്കലില്ല ഈ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഉള്ളി ചേർത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പഴം ചേർക്കലുണ്ട്. അപ്പം അങ്ങനെ. പക്ഷെ ഇത് നല്ലൊരു, സാധാരണ നമ്മൾ അങ്ങനെ ഉള്ളി അങ്ങനെ ചേർക്കലില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ ഒന്ന് ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.